നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൊട്ടാരക്കര ഓടനാവട്ടത്തുള്ള മുട്ടറ മലയിലോട്ടാണ് പോകുന്നത്. പണികളൊക്കെ നടക്കുന്നതുകൊണ്ടേ ആകെ ഇതായിട്ട് കിടക്കുക. ചിലപ്പോൾ അടിപൊളിയാട്ടോ, നല്ല കാറ്റാണ്, നല്ല സൂപ്പറാണ്, നല്ല വെയിലാണേ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൊട്ടാരക്കര ഓടനാവട്ടത്തുള്ള മുട്ടറ മലയിലോട്ടാണ് പോകുന്നത്. മുട്ടറ മല. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ നമ്മൾ കൊട്ടാരക്കര പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ്. കാരണം ഇവിടെ നിൽക്കാൻ കാര്യം എന്ന് വെച്ചാൽ കൊല്ലത്തു നിന്ന് വരുന്നവർക്കും പോസ്റ്റ് ഓഫീസ് മനസ്സിലാവും, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് വരുന്നവർക്കും മനസ്സിലാവും. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുനിന്ന് മുകളിലോട്ടൊരു വഴിയുണ്ട്, അത് ഞാൻ കാണിക്കാം. അതുകൊണ്ട് ആ കാണുന്ന കെട്ടിടമുണ്ടോ, അതാണ് പോസ്റ്റ് ഓഫീസ് കൊട്ടാരക്കര. അത് അതിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് മേലോട്ടൊരു വഴിയുണ്ട്. അതിൻ്റെ അടുത്ത് എത്തുന്നതിന് പോസ്റ്റ് ഓഫീസിന് തൊട്ട് മുമ്പ് വലത്തോട്ട് മുകളിലോട്ടൊരു വഴിയുണ്ട്. ഇത് ചെന്ന് കയറുന്ന കൊട്ടാരക്കര ഓയോ റൂട്ടിലാണ്. ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. അപ്പം അത് നോക്കി വന്നാൽ മതി, അതിന് സൈഡിൽ കൂടിയാണ് ഈ റോഡ്. ഇത് നേരെ വന്ന് നമ്മുടെ കൊട്ടാരക്കര ഓയൂർ റോഡിലാണ് കയറുന്നത്. ആ റോഡാണ് ഈ കാണുന്നത്. ഇതുവഴിയാണ് നമുക്കിന്ന് യാത്ര ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേക്കുവാണ്. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നൊരു 7 കിലോമീറ്ററാണ് ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. കൊട്ടാരക്കരയിൽ നിന്ന് ടോട്ടലി 10 കിലോമീറ്റർ ആവുന്നുള്ളൂ നമ്മളെ ഈ മുട്ടറ പാറയിൽ വരാനായിട്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ്, ഇവിടുന്ന് റൈറ്റ് ഇവിടുന്ന് റൈറ്റാണ് വഴി. റൈറ്റിലോട്ട് പോവുക. റൈറ്റിൽ കയറിയാൽ ഇത് ഓടനാവട്ടം നെടുമൺകാവ് റൂട്ടാണ്. ഓടനാവട്ടം നെടുമൺകാവ് റൂട്ട് നല്ല റോഡാണ്, ഒരു കുഴപ്പമില്ല. ഈ വന്ന എല്ലാം നല്ല റോഡാണ്. ഞാൻ ഈ പറയുന്നതല്ല, ഞാൻ ഈ കുറുക്ക് വഴികളൊന്നും നോക്കിയിട്ടില്ല. നേരെ നിങ്ങൾക്ക് വരാൻ പറ്റിയ എളുപ്പ വഴി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓടനാവട്ടത്തിനും നെടുമൺകാവിനും ഇടയിലോട്ട് സൊസൈറ്റി മുക്കുന്നൊരു ജംഗ്ഷനുണ്ട്. ഈ സൊസൈറ്റി മുക്കിൽ നിന്നാണ് നമ്മൾ റൈറ്റിൽ പോകേണ്ടത്. അവിടെ ഒരു സൂചനാ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഈ റോഡ് പോവുക. എന്നാൽ എല്ലാം നല്ല റോഡുകൾ തന്നെയാണ്. ഇപ്പം കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് വേണമെങ്കിൽ എഴുകോൺ വന്നിട്ട് അവിടുന്ന് നെടുമൺകാവ് വന്ന് നെടുമൺകാവിൽ നിന്ന് ഈ റൂട്ടിൽ കയറി വരാമെന്നേ ഉള്ളൂ. വന്നിട്ട് എങ്ങനെ വന്നാലും സൊസൈറ്റി മുക്കിൽ വരിക. സൊസൈറ്റി മുക്കിൽ നിന്നും ഈ കാണുന്ന റോഡിൽ കൂടി നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നല്ല റോഡാണ്, എല്ലാം നല്ല റോഡുകളാണ്. ഈ റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മുകളിൽ കാണുന്നതാണ് മലയുടെ തുടക്കം കാണുന്നത്. ആ റോഡ് ഒരു ഇച്ചിരി മുമ്പോട്ട് പോകുമ്പം ഈ റോഡ് നേരെ അങ്ങ് പോകണം. ഇതിൻ്റെ റൈറ്റ് പോകരുത്, അതുകൊണ്ട് റൈറ്റിലോട്ട് വഴിയുണ്ട്, റോഡുണ്ട്. അതിലൂടെ നേരെ തന്നെ പോവുക. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ ഇത് മുട്ടറ മലയിലോട്ട് പോകുന്ന റോഡാണ്. നല്ല റോഡാണ്, എല്ലാം ടാറൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ വരുമ്പം ഇതെല്ലാം ടാറൊന്നും ഇടാതെ ഒരുമാതിരി കുണ്ടും കുഴിയായിട്ട് കിടന്ന റോഡാണ്. ഇപ്പം നല്ല റോഡാണ്. ഈ ടാറിട്ട റോഡിൽ കൂടി മുന്നോട്ട് വരുമ്പം അവിടെ മുട്ടറ മല ഇക്കോ ടൂറിസം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നേരെ റൈറ്റ് ഒരു ചെറിയ വഴി. ആരത്ത് ചോദിച്ചാലും മനസ്സിലാവും. അതിലെ നേരെ ദാണ്ട് ഇതിപ്പം പണിയൊക്കെ നടക്കുകയാണ്. ഇത് മുട്ടറ പാറയിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മളങ്ങനെ മുട്ടറ മരുതിമലയുടെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊന്നും ഇതുവഴി വണ്ടികളൊക്കെ പോകാൻ നല്ല പാടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല കോൺക്രീറ്റ് പണികളൊക്കെ നടക്കുന്നുണ്ട്. കൊള്ളാം. ആഹാ, ഇതിപ്പം വളരെ മനോഹരമായിരിക്കുന്നല്ലോ. നേരത്തെ ഇവിടെ നിന്നാൽ അതൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പം എന്താണ്ട് പണികൾ തകർത്ത് നടക്കുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതുവഴി റോഡ് അങ്ങ് മുകളിൽ എത്തിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നന്നായിരിക്കട്ടെ, കൊള്ളാം. ഇവിടെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ടേ ആകെ ഇതായിട്ട് കിടക്കുക. ചിലപ്പോൾ 1-2 മാസം കൊണ്ട് എല്ലാം റെഡിയായി വരും. നല്ല വർക്കാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നടക്കട്ടെ, വികസനങ്ങൾ വരട്ടെ. ഇവിടുന്ന് മുകളിലോട്ട് കിടക്കുന്ന ഈ പടി കണ്ടോ, ഈ സ്റ്റെപ്പിലാണ് നമ്മൾ കയറേണ്ടത്. ഇത് എനിക്ക് തോന്നുന്നൊരു 100 പടി പുറത്തൊക്കെ ഉണ്ട്. കയറി നോക്കാം. ഇതിങ്ങനെ കാണുമ്പം വിചാരിക്കും ഈസിയാണെന്ന്. കുറച്ചങ്ങോട്ട് കയറും തോറും നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. ഉറപ്പായിട്ടും ഇരുന്ന് നിന്നോ കയറുക,
കാര്യം വെള്ളം കരുതണം. വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. കാര്യം അതാണൊക്കെയുള്ള ക്ഷീണമായിരിക്കും. ചിലർക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചിലരുടെ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചു കയറാനുള്ള കമ്പിയൊക്കെ ഉണ്ട് മേളി വരെ കേട്ടോ. നല്ല ഉയരത്തില്ല. കയറുന്നവർ വെള്ളമൊക്കെ കൊണ്ട് കയറുന്നതായിരിക്കും ഏറ്റവും വൃത്തി. നല്ല നമ്മൾ കയറ്റം കയറും തോറും താഴുന്നേ കയറ്റോ മേളി വരും തോറും നമുക്ക് വെള്ളം ദാഹമൊക്കെ ഉണ്ടാവും. ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ കയറി ഇത്രയും വന്ന് ഇതിൻ്റെ നമ്മൾ കയറിയ പടി ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്, അവിടെ നിന്ന് ഇവിടം വരെ കണ്ടോ. ഇതാണ്ട് ഈ പുല്ലെന്തോന്നറിയോ, കറുകയാണ്, കറുകപ്പുല്ല്. ഇതൊന്ന് നല്ല മണമാണ്. നമ്മളൊന്ന് കയ്യിലൊന്ന് ഞാൻ എവിടെ മണപ്പിച്ചാലൊക്കെ നല്ല മണമാണ്. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ഒന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. നമ്മളിതാ മുകളിൽ ഒരു പകുതി മുക്കാലെത്തി കണ്ടോ. നമ്മൾ ഏകദേശം മുകളിലെത്തി, കൈവരിയൊക്കെ തീർന്ന് മുകളിലെത്തി ഏകദേശം. ഇനി കുറച്ചുകൂടി ഉള്ളു മുകളിലോട്ട് പോകാൻ. നമുക്ക് ബാക്കിലോട്ടൊന്ന് നോക്കാം. എന്താ എന്ത് രസമുള്ള ഇതൊക്കെ മലകളും നല്ല കാറ്റാണ്, സൂപ്പർ കാറ്റ്. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. സ്റ്റെപ്പെല്ലാം തീർന്നു, പടികളെല്ലാം തീർന്നു. ഇനി നമുക്ക് നടന്നു പോകാനുള്ള വഴിയാണ്. മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിൽ വിശാലമായ പാറയാണ്, നിരന്ന് കിടക്കുന്ന പാറ. ഇങ്ങനെ വിശാലമായിട്ട് ഗ്രൗണ്ട് പോലെ കിടക്കുവാണ് പാറ. അതിൻ്റെ എൻഡിൽ ചെന്നിട്ട് നമുക്കിങ്ങനെ നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോട്ട് ഏതെല്ലാം സ്ഥലങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്ര മനോഹാരിതയിലാണ് ആ ആകാശവും ആ മലകളും തമ്മിൽ തൊട്ട് കിടക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ നല്ല കാറ്റാണ്. നമ്മൾ ഈ താഴ്ന്ന് വന്ന ക്ഷീണമെല്ലാം ഇവിടെ വന്ന് നിന്ന് ആ കാറ്റ് കൊള്ളുമ്പോൾ എല്ലാം മാറും, ശരീരമൊക്കെ തണുക്കും, നല്ല സുഖമാണ്. കാറ്റാണ്, നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ. അപാര വൈബ്. എന്നാ ഇത്, കടൽ തീരത്ത് പോലും ഇത്രയും കാറ്റുകളില്ല കേട്ടോ. അവിടെ വീഴാതിരിക്കാനൊക്കെ ഒരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ കണ്ണെത്താ ദൂരത്തോട്ട് നല്ല സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അവിടെയൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മഴ ചാറ്റലുണ്ട്. അപാരം, അടിപൊളി, സൂപ്പർ. എന്താ രസം, നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് കേട്ടോ. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല കാറ്റ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ എന്താണ്, മഴ പെയ്താൽ കയറി നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. അത് വീണ്ടും വഴി മുകളിലോട്ട് കിടക്കുകയാണ്, നമ്മൾ നടക്കുവാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം കറുകപ്പുല്ലാണ്, കറുക ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും നടന്നു പിന്നെ അടുത്തതാണ്ട് മൈതാനം പോലെ പാറ. അതിൻ്റെ മുകളിൽ കയറി നിന്നാലും നമുക്ക് വിശാലമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഇത് ക്യാമറയിൽ കാണുന്ന കണക്കൊന്നുമല്ല, അത് ഇവിടെ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെങ്കിലേ മതിയാവും. അടിപൊളിയാട്ടോ, നല്ല കാറ്റാണ്, നല്ല സൂപ്പറാണ്. ഇവിടെ നിന്ന് കാണാനൊക്കെ ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ കയറി വന്നതിൻ്റെ ക്ഷീണമുണ്ട്, കുറേ പടിയുണ്ട്. എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണിയില്ല, എനിക്ക് 100 പുറത്ത് കാണും. വരുന്നവരൊക്കെ കുറച്ച് വെള്ളവും കുപ്പിയൊക്കെ ആയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. അതാണ് ഇതാ നോക്കേ, എൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കണേ കണ്ടോ, അടിപൊളിയാണ്. നല്ല വെയിലുണ്ട്. ഞാൻ ഉച്ച സമയത്താണ് വന്നത്. നല്ല വെയിലുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ടോ, സൂപ്പർ കാറ്റ്. വേറുണ്ട്. ഇതെന്ത് ചെടിയാണെന്നും അറിയത്തില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് എടുത്തന്നേ ഉള്ളൂ. പലതരം നമ്മൾ അറിയാത്ത പല പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടെന്ന് ഈ മലയുടെ മണ്ടയിൽ. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ ഇതൊക്കെ കണ്ട് മുകളിലോട്ട് പോവാണ്. മുകളിൽ നല്ല സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടൊന്ന് കാണാൻ പോയി. മുന്നോട്ട് പോകുമ്പോഴേ നല്ല ഒരു സൈലൻ്റ് ഏരിയ. പോലീസ് വയർലെസ് റിപ്പയർ സ്റ്റേഷൻ മരുതിമല. പോലീസൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. വാച്ചിങ് ആണ്.
നമ്മൾ ഈ കാട്ടിൽ കൂടി ഇതിനിടയെല്ലാം കാടുകളാണ്. ഇതിനിടയിൽ കൂടി കയറി വന്ന് ഇവിടെ നല്ലൊരു വൈബുള്ള സ്ഥലമുണ്ടെന്ന് അറിഞ്ഞു. നമുക്ക് അവിടെ പോയാൽ ഒന്ന് കാണാം. നല്ല രസമാണ്, നിങ്ങൾ കണ്ടു നോക്കിക്കോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എത്താറായി. എത്തി മക്കളെ, എത്തി. താണ്ടെ നമ്മൾ ആ സ്റ്റെപ്പിൽ മുകളിലോട്ട് കയറണം. ഇതൊരു പാറയുടെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഈ സ്റ്റെപ്പേ. ഇത് ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. ആഹാ, നല്ല സ്ഥലങ്ങൾ. കണ്ടോളിയും. എന്നാ രസം. ഓരോ പാറകളിലും വന്ന് അവിടുന്ന് മുകളിലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ രണ്ട് സൈഡും കൈവരിയൊക്കെ ഉണ്ട്, എങ്കിലും ഒന്ന് പിടിച്ച് സൂക്ഷിച്ചൊക്കെ കയറുക. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എല്ലാം സൂക്ഷിച്ച് നിൽക്കുക, അതേ ഉള്ളൂ. പക്ഷേ വീടത്തൊന്നുമില്ല. നല്ലവരായുള്ള സേഫ്റ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളതെങ്ങനെയാണ് കയറി വന്നത്. ഇവിടുന്ന് നമ്മളിനി ആ ഫ്രണ്ട് അങ്ങോട്ട് പോയി നിൽക്കാം. അവിടെ നിന്നാലും നല്ല രസമാണ് കാണാൻ. ഇത് കാറ്റടിച്ചുകൊണ്ട് പോകും നമ്മളെ. ആ മാതിരി കാറ്റാണ്. സൂപ്പർ, അടിപൊളി. ആഹാ, എന്ത് രസമുണ്ടെന്നറിയാവോ. എല്ലാവരും വരണേ, കൊള്ളാം. സൂപ്പർ കാറ്റ്, അടിപൊളി കാറ്റാണ് അടിക്കുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി സ്ഥലം. ഓക്കെ, എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി സ്ഥലമാണ്. നല്ല സൂപ്പർ കാറ്റ്, അടിപൊളി കാറ്റ്. ഞാൻ പിടിച്ച് ഇന്നില്ലെങ്കിൽ വീഴും. അതാണൊക്കെയുള്ള കാറ്റ് അടിക്കുന്നത്. സൂപ്പർ കാറ്റ്. നോക്കിക്കോ ബാക്ക് സൈഡൊക്കെ. നല്ല രസമുണ്ട്. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യണം. കുഴഞ്ഞ് കയറി നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ. എത്ര ഉയരമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ റോഡും വീടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുപോലാണ്. അത്രയും ഉയരത്തിലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു പാറയിൽ ഞങ്ങൾ വലിഞ്ഞു പിടിച്ച് കയറിയതാണ്. എന്തോ നോക്കട്ടെ, കയറിയിട്ട് ബാക്കി പറയാം. മരുതിമലയിലെ വിശാലമായ കാമ്പൗണ്ടാണിത്. കണ്ട, ഇവിടെ മഴ പെയ്യുവാണെങ്കിൽ കയറി നിൽക്കാനുള്ള കൂടാരങ്ങളൊക്കെ ഉണ്ട്. ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ്. താഴെ വരെ കണ്ട, അടിപൊളി കാഴ്ചയാണ്. നല്ല വെയിലാണേ, സൂപ്പർ വെയിലാണ്. വെയിലായതുകൊണ്ട് ജാടയ്ക്കൊന്നുമല്ല, ഒരു കണ്ണാടി ഇട്ടേക്കുന്ന ചുമ്മാ ഇട്ടേക്കുവാ. വെയിൽ കൊണ്ടങ്ങ് ഇട്ടുപോയതാ. നമ്മളതിൻ്റെ മണ്ട എന്തായാലും കയറി ഏറ്റവും ഉച്ചത്തിലാണ് നിൽക്കുന്നത്. നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് വെയിൽ അറിയത്തില്ല. നല്ല കാറ്റാണ്. നമ്മൾ ആ സൈഡൊക്കെ കടലാന്ന്, ഇതൊക്കെ കൊല്ലം. ആ സൈഡൊക്കെ കാണുന്ന കൊല്ലമാണ്. ഏകദേശം ഇവിടെ നിന്നാൽ നമുക്ക് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളും കാണാം. അവിടെ തന്നെ പറത്തിക്കൊണ്ട് വന്ന കാറ്റാണ്ടോ. നല്ല സൂപ്പർ കാറ്റാണ്. നിങ്ങളെല്ലാവരും വരണം, വന്നിവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമുക്കും കൂടി നിങ്ങളിൽ നിന്നൊരു പ്രചോദനം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രയോജനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. സൈനിങ് ഔട്ട്, സജിത് സുലൈമാൻ. ഓക്കെ.